ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് നമുക്കൊരു 35% വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ്. കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 35 മാർക്സ് ഈ ഭാഗത്ത് തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കമ്പനിയുടെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്ക് പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, എച്ച് ഉണ്ട്, പിന്നെ അതുപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, അങ്ങനെ പലതുണ്ട്. അതിലേറ്റവും വലുതാണ് നമുക്ക് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാവുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇന്ത്യയിൽ കമ്പനികളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ടാണ് നമുക്ക് കമ്പനീസ് ആക്ട് ഉള്ളത്, അല്ലെ? അപ്പോൾ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് വന്നിട്ട് കുറെ കാലം മുന്നേ തന്നെ കമ്പനീസ് ആക്ട് ഉണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ കുറച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കമ്പനീസ് ആക്ട് 1956 ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പൊ റീസെന്റ് ആയിട്ട് 2013 അഗെയിൻ അത് അമെൻഡ് ചെയ്തിട്ട് കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ ഡെവലപ്മെന്റിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ കമ്പനീസ് ആക്ട് 2013 ആണ് ആസ് ഓഫ് നൗ റെലവന്റ്. നമുക്ക് പഠിക്കാനുള്ളതും കമ്പനീസ് ആക്ട് 2013 ആണ്. ദ ന്യൂ ലോ, ദ കമ്പനീസ് ആക്ട് 2013 ഈസ് റൂൾ ബേസ്ഡ് ലെജിസ്ലേഷൻ വിത്ത് 470 സെക്ഷൻസ് ആൻഡ് 7 schedules. The entire act has been divided into 29 ചാപ്റ്റേഴ്സ്. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. 470 സെക്ഷൻസ് ഉണ്ട്, 7 schedules ഉണ്ട്. അതിൽ എൻ്റെ ആക്ടിനെ 29 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ കമ്പനീസ് ആക്ട് 2013 aims to improve corporate governance, simplify regulations, strengthen the interests of minority investors, and for the first time legislates the role of whistleblowers. Thus the enactment is making our corporate regulations more contemporary. ഇന്നത്തെ കാലത്തേക്ക് പറ്റത്തക്ക രീതിയിലാണ് ഇപ്പൊ നമ്മൾ കമ്പനീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 1956 ഉണ്ടായിരുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അത് കൂടുതൽ കോർപ്പറേറ്റ് ഗവർണൻസിന്, അതുപോലെ റെഗുലേഷൻസ് കുറേയും കൂടെ സിംപ്ലിഫൈ ചെയ്യുക, അതുപോലെ ആൾക്കാർക്ക്, അതായത് നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യം കൊടുക്കുക. വിസിൽ ബ്ലോവേഴ്സ് ഇൻ ദ സെൻസ് കമ്പനിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണുകയാണെങ്കിൽ അത് വിളിച്ചു പറയുന്ന ആൾക്കാരാണ് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് പോവാം. കമ്പനി എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് കോം എന്നും പനീസ് എന്നും ഉള്ള രണ്ട് വാക്കുകളിൽ നിന്നാണ്. കോം മീൻസ് വിത്ത് ആൻഡ് ടുഗെദർ മീൻസ് കോം മീൻസ് വിത്ത് ഓർ ടുഗെദർ ആൻഡ് പനീസ് മീൻസ് ബ്ലഡ്, ദാറ്റ് ഈസ് കമ്മിങ് ടുഗെദർ. ഓക്കെ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് എന്നാണ് കമ്പനി എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. കമ്പനീസ് ഡിറൈവ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോം ഓർ ടുഗെദർ ആൻഡ് പനീസ് മീൻസ് ബ്ലഡ്, ദാറ്റ് ഈസ് ഒറിജിനലി റെഫർ ടു ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ടുക്ക് ദെയർ മീൽസ് ടുഗെദർ. പണ്ടൊക്കെ വലിയ ഇങ്ങനെയുള്ള ബിസിനസ് തീരുമാനങ്ങളൊക്കെ അവരോരോ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെയാണ് എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കമ്പനി എന്നുള്ള പേര് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എനിവേ കമ്പനി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ഇറ്റ് ഇസ് എ ലീഗൽ പേഴ്സൺ ഹാവിംഗ് സ്റ്റാറ്റസ് ആൻഡ് പേഴ്സണാലിറ്റി ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദി മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ്. ഞാൻ പറഞ്ഞു, ഒരുപാട് മെമ്പേഴ്സിനെ വെച്ചിട്ട് തുടങ്ങാവുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് കമ്പനി എന്ന് പറയുന്നത്. കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിക്ക് സ്വന്തമായിട്ടൊരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, അതിനൊരു ഡിസ്റ്റിങ്ക്ട് പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. അതിന്റെ മെമ്പേഴ്സ് വേറെയാണ്, കമ്പനി വേറെയാണ്. അതായത് കമ്പനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാനും സ്വന്തം പേരിൽ ഹോൾഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് പുറത്തേക്ക് പറയാനായിട്ട് സാധിക്കും. അതിന് കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു മനുഷ്യനൊന്നല്ല അതിന് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഒന്നിനും സാധിക്കില്ല. അതിനുവേണ്ടി ചിന്തിക്കുന്നതൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷെ എങ്കിലും അത് കമ്പനിയുടെ നിലപാട് എന്നുള്ള രീതിയിൽ പുറത്ത് ആൾക്കാരെ അറിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ലീഗൽ സ്റ്റാറ്റസ് കമ്പനിക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി അതർ പ്രീവിയസ് ലോ. അപ്പൊ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി എന്ന് വെച്ചാൽ ഈ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇതിന് മുന്നിലുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മളൊരു കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോർഡ് ജസ്റ്റിസ് ലിൻലെ അഗൈൻ കമ്പനിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് ദ മണി ഓർ ദ മണീസ് വർത്ത് ടു എ കോമൺ സ്റ്റോക്ക് and employ it in some trade or business and who share the profit and loss arising therefrom. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ പൈസ എന്തെങ്കിലും ഒരു കോമൺ സ്റ്റോക്കിലേക്കോ ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണോ, എന്തെങ്കിലും ഒരു ബിസിനസ്സോ ട്രേഡിലേക്കോ, അതിനുശേഷം അതിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവർ ഷെയർ ചെയ്തെടുക്കണോ. ദ കോമൺ സ്റ്റോക്സ് ഓ കോൺട്രിബ്യൂട്ടഡ് ഇസ് ഡിനോട്ടഡ് ഇൻ മണി ആൻഡ് ഇസ് ദി ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ആ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പൈസേനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. ഇല്ലേ, ഈ കോമൺ സ്റ്റോക്കിലേക്ക്, അതായത് ഒന്നിച്ച്
ഒരു ഭാഗത്തേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാനായിട്ട്, അവർ ഒന്നിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിനെ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. അതിന് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ മെമ്പേഴ്സ് ആണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ ടു വിച്ച് ഈച്ച് മെമ്പർ ഈസ് എൻടൈറ്റിൽഡ്, ഓരോരുത്തർക്കും ആ ക്യാപിറ്റലിൽ എത്രയാണോ ഷെയർ ഉള്ളത്, ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എന്താണോ, ഓരോരുത്തരുടെയും പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ എന്താണോ അതിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുന്നത്. അതായത് മൊത്തം ആ കമ്പനിക്കുള്ള ആസ്തിനെ അല്ലെങ്കിൽ അവർക്കുള്ള മൊത്തം ഫണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അതിലുള്ള ഓരോരുത്തരുടെയും അവകാശം, അതായത് ഓരോരുത്തരും എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിനെ നമുക്ക് അവരുടെ ഷെയർ എന്ന് വിളിക്കാം. ഷെയർ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. അതായത് ഞാൻ എത്രയാണോ ഫണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ടു ദാറ്റ് എക്സ്റ്റെന്റ് എനിക്ക് ആ കമ്പനിയിൽ റൈറ്റ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഒരു 1 lakh കോമൺ സ്റ്റോക്ക് ഉള്ള ഒരു കമ്പനിയിലേക്ക് ഒരു 10,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എനിക്ക് ആ കമ്പനിയിൽ 1/10 ഷെയർ ഉണ്ട് അല്ലെ, ഞാൻ 1/10 ഷെയർ ഹോൾഡർ ആണ്. എനിക്ക് ഈ ഷെയർ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വരെ സാധിക്കും. ഓക്കെ, ഷെയർസ് ആർ ഓൾവേസ് ട്രാൻസ്ഫറബിൾ ഓൾദോ ദ റൈറ്റ് ടു ട്രാൻസ്ഫർ മേ ബി റെസ്ട്രിക്റ്റഡ്. അതിൽ ചിലപ്പോൾ ആ റൈറ്റ് ടു ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡും ആണ്. അപ്പൊ അത് ടൈപ്സ് ഓഫ് കമ്പനീസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് കമ്പനി എന്താണ്. കമ്പനി എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് കോം ആൻഡ് പനി, 2 വേർഡ്സ് എന്ന് വന്നതാണ്. കോം മീൻസ് വിത്ത് ഓർ ടുഗെദർ ആൻഡ് പനി മീൻസ് ബ്രെഡ്. ഇറ്റ് മീൻസ് ഒറിജിനലി റെഫർ ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ടുക്ക് ദെയർ മീൽസ് ടുഗെദർ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നതാണ് ഉദ്ദേശിച്ചത്. കമ്പനി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്, ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ആൻഡ് ഹാവിംഗ് എ പേഴ്സണാലിറ്റി ഡിസ്റ്റിങ്ക്ട് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ്. പിന്നെ കമ്പനി എന്നുള്ളതിൽ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് ഫണ്ട്, എല്ലാവരും കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരവരുടെ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണു. ഒന്നിച്ചിട്ടുള്ള ആ പൈസേനെ നമ്മൾ എന്ത് പറയുന്നു, ക്യാപിറ്റൽ എന്ന് പറയുന്നു. അതിലുള്ള ഓരോരുത്തരുടെയും പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ ഷെയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിലെ സാലിയൻ ഫീച്ചേഴ്സ്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കമ്പനിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് ഒന്ന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഉള്ള ഒരു എൻറ്റിറ്റി ആണ്, ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനി വേറെയാണ്, കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണോ ഈ കമ്പനിയുടെ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അവരാണ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ കമ്പനി വേറെയാണ്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്. കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് തന്നെ ഉണ്ട്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. സ്വന്തമായിട്ട് ഒരു കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആ കമ്പനിക്ക് ഉണ്ട്. അതിന് സ്വന്തമായിട്ട് തന്നെ നിൽക്കാൻ സാധിക്കും, സ്വന്തമായിട്ട് സ്വന്തം നിലപാടുകൾ പുറമെ ആൾക്കാരെ അറിയിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പൊ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പും ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ ലയബിലിറ്റി എന്താണെന്ന് അറിയുന്നുണ്ടാവും. അപ്പൊ കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഇൻ ദ സെൻസ് ഓരോ മെമ്പേഴ്സിന്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ടു ദാറ്റ് എക്സ്റ്റെന്റ് മാത്രമേ വരുള്ളൂ. അവർ എത്രയാണോ ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ടിന്റെ അതുവരെ അവർക്ക് ലയബിലിറ്റി വന്നിട്ടുണ്ടാവുള്ളൂ. സോ ലിമിറ്റഡ് ലയബിലിറ്റി. The liability of the members of a limited company having share capital is limited to the extent of nominal value of the shares held by them. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്താണോ ടു ദാറ്റ് എക്സ്റ്റെന്റ് വരെ അവർക്ക് ലയബിലിറ്റി വരുള്ളൂ. അവരെക്കാൾ അവരുടെ അടുത്ത്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് അതിനേക്കാൾ അധികം പേ ചെയ്യാനായിട്ട് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റും കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആയാലുണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പെർപച്വൽ സക്സഷൻ. പെർപച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ കമ്പനിക്ക് ഒരിക്കലും ഒരു മരണമില്ല. നമ്മളായിട്ട് അതിനെ വൈൻഡപ്പ് ചെയ്യാതെ അതിനായിട്ട് ഒരു മരണമില്ല. കാരണം അതിലെപ്പോഴും പുതിയ മെമ്പേഴ്സ് വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഒക്കെ ഇരിക്കും. പുതിയ ആൾക്കാർ, ഒരാൾ അല്ലെങ്കിൽ ഒരാൾ എന്നുള്ള രീതിയിൽ എപ്പോഴും ഷെയർ ഹോൾഡേഴ്സും മെമ്പേഴ്സും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു അതിനായിട്ടൊരു മരണമില്ല. അതിനെ നമ്മൾ വൈൻഡപ്പ് ചെയ്താൽ മാത്രമേ അതിനൊരു മരണമുള്ളൂ. പിന്നെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി. കമ്പനിക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ പറ്റും, അല്ലാതെ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ പേരിൽ വാങ്ങിക്കേണ്ട കാര്യമില്ല. സ്വന്തം പേരിൽ വാങ്ങിക്കാം, അതുപോലെ അത് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അക്വയർ ആൻഡ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസ്. ഓക്കെ, പിന്നെ കോമൺ സീൽ. കമ്പനിക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ സിഗ്നേച്ചർ ഉള്ള പോലെ തന്നെ കമ്പനിയുടെ സിഗ്നേച്ചർ ആണ് കോമൺ സീൽ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഡോക്യുമെന്റിൽ കമ്പനിയുടെ കോമൺ സീൽ വെച്ച് കഴിഞ്ഞാൽ കമ്പനി അത് സൈൻ ചെയ്തു എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, has been now the use of common sale has been made optional. The Companies Act 2013 require common sale to be affixed on certain documents. All such documents which require affixing the common sale may now be signed by 2 directors or 1 director and a company secretary of the company. അപ്പൊ പണ്ട് പല കാര്യങ്ങൾക്കും കോമൺ സെയിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് കോമൺ സെയിൽ വെക്കേണ്ട എല്ലാ സ്ഥലത്തും ഇപ്പൊ പകരം ആര് സൈൻ ചെയ്താൽ മതി, 2 directors അല്ലെങ്കിൽ 1 director ആൻഡ് കമ്പനി സെക്രട്ടറി ഓഫ് ദ കമ്പനി അങ്ങനെ സൈൻ ചെയ്താലും കോമൺ സീൽ വെച്ചതിന് തുല്യമാണ്. ഓക്കെ, പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഓഫ് ദ മെമ്പേഴ്സ് മേ ബി ട്രാൻസ്ഫർഡ് ഫ്രീലി എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ മാത്രം പറ്റില്ല, അല്ലാത്ത ടൈപ്പ് കമ്പനീസിലാണെങ്കിൽ ഷെയർസ് സുഖമായി ട്രാൻസ്ഫർ ചെയ്യാം.
കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്, അതായത് കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം, കമ്പനിക്കും ആരുടെ പേരിൽ വേണമെങ്കിലും കേസ് കൊടുക്കാം. അതാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് ആരെങ്കിലും സ്യൂ ചെയ്യാനും പറ്റും, ആർക്കെങ്കിലും നമ്മളെ വേണമെങ്കിലും സ്യൂ ചെയ്യാനും പറ്റും. ഓക്കെ, അത്രയാണ് അപ്പൊ കമ്പനിയുടെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയാം കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളത്, അല്ലെ? അതൊരു കമ്പനിക്കുള്ള ഒരു പ്രിവിലേജ് ആണ്, അവർക്കുള്ള ഒരു എന്താ പറയാ, അവർക്ക് മാത്രം പ്രത്യേകമായിട്ട് അവർ ആസ്വദിക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഈ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ കമ്പനിയുടെ പേരും പറഞ്ഞ് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ, അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ആ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കമ്പനിയിലെ ഡയറക്ടർമാരൊക്കെയാണ്, അല്ലെ? അപ്പോൾ പല സന്ദർഭങ്ങളിലും കണ്ടെത്താനായിട്ടുള്ളത് കമ്പനിയുടെ പേരും പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള ഡയറക്ടേഴ്സ് പലതരത്തിലുള്ള ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ കോടതി കമ്പനിയുടെ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആരാണ് അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കും. അതിനെയാണ് ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. വീൽ എന്ന് വെച്ചാൽ മറവ്, അല്ലെ? അപ്പൊ ഈ കോർപ്പറേറ്റ് വീൽ എന്ന് വെച്ചാൽ കമ്പനിയുടെ ഈ ഒരു മറവിനെ മാറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആരാ പ്രവർത്തിക്കുന്നത് നോക്കും. അതിനെയാണ് ലിഫ്റ്റിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അപ്പൊ the court will break through the corporate shell and apply the principle or doctrine of what is called the lifting or piercing the corporate wheel. The court will look behind the corporate entity and take action as though no entity separate from the members existed and make the members or the controlling person liable for debts and obligations of the company. അതായത് കമ്പനിയുടെ മറവിന്റെ ഉള്ളിൽ ആരാണ് നിൽക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് കമ്പനിക്കും ആ മെമ്പേഴ്സിനും അല്ലെങ്കിൽ ആരാണോ അത് ചെയ്തിട്ടുള്ളത് അവരും തമ്മിൽ യാതൊരു അല്ലെങ്കിൽ സെപ്പറേഷൻ ഇല്ല, അതായത് ഒരു സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആൻസറബിൾ ആക്കും, അല്ലെങ്കിൽ അവരെ ദേ വിൽ ബി മെയ്ഡ് ലയബിൾ ഫോർ ഡെറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബാധ്യതകൾക്കൊക്കെ അവരെ റെസ്പോൺസിബിൾ ആക്കും. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ ആവശ്യം വന്നിട്ടുള്ളത്? ഒന്ന്, പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ കമ്പനി ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഗവൺമെന്റിന്റെ റവന്യൂ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് ദ കമ്പനി, അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് അതിനൊരു ഫ്രണ്ടോ എനിമിയോ ഒന്നും ആവാൻ പറ്റില്ല. പക്ഷെ കമ്പനി നടത്തുന്ന ആൾക്കാർ ചിലപ്പോൾ എനിമി കണ്ടുപിടിയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് അറിയാൻ ഈ കോർപ്പറേറ്റ് വീലിനെ ലിഫ്റ്റ് ചെയ്ത് നോക്കും. ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മളും വേറൊരു രാജ്യമായിട്ട് യുദ്ധം നടക്കാന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ ആൾക്കാർ തുടങ്ങിയ വല്ല കമ്പനി ഇവിടെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതെന്താണ്, എനിമി ക്യാരക്ടറുള്ള കമ്പനിയാണ്. അപ്പൊ ആ സിറ്റുവേഷൻസിൽ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഫ്രോഡ് പ്രിവെന്റ് ചെയ്യാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ഫ്രോഡും നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ ഫ്രോഡ് പ്രിവെന്റ് ചെയ്യാനായിട്ടും കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യാറുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് പോളിസി, അതായത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സൊസൈറ്റിയുടെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വിൽക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അപ്പൊ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് എടുക്കുന്നത് ചില സിറ്റുവേഷൻസിൽ അതിലെ മെമ്പേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആരാണോ ആ ദുഷ്പ്രവൃത്തി ചെയ്യുന്നത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. കമ്പനി മിയർ ഷാമോർ ക്ലോക്ക് എന്ന് വെച്ചാൽ ആ കമ്പനിയെ പൊളിയാണ് ഇൻ ദ സെൻസ് വെറുതെ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു കമ്പനിയെ അവിടെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാന്ന് വിചാരിക്കാം. ജസ്റ്റ് പേപ്പർ വർക്കിൽ മാത്രമുള്ള ഒരു കമ്പനി, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തന്നെയാണ് കമ്പനി മിയർ ഷാം ഓർ ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു കമ്പനിയോ ഒന്നും അല്ല, വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും കമ്പനി മെമ്പേഴ്സും സെപ്പറേറ്റ് അല്ല എന്ന് പറയും. വേർ എ കമ്പനി ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് എ ഷെയർ ഹോൾഡേഴ്സ്, കമ്പനി എപ്പോഴും കമ്പനിക്കായിട്ട് അതിനൊരു സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അതന്നെ നോക്കിക്കൊള്ളണം, അല്ലെ? അല്ലാതെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഏജന്റ് എന്നുള്ള രീതിയിൽ ഒരു കമ്പനി നിൽക്കുകയല്ല വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള ബെനിഫിറ്റ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കമ്പനി ഫോമിൽ തുടങ്ങിയതാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ വേറെ ടൈപ്പ് ബിസിനസ് എൻറ്റിറ്റീസ് ആണെങ്കിൽ നമുക്ക് അധികം എക്സ്പെൻസസ് വർക്കേഴ്സിന് വേണ്ടി കൊടുക്കേണ്ടി വരും, അപ്പൊ കമ്പനി ആണെങ്കിൽ കുറവ് മതി, അങ്ങനെ വല്ല കണ്ടുപിടുത്തത്തിന്റെയും ബേസിസിൽ കമ്പനിയായിട്ട് തുടങ്ങിയതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ള ഓരോ പോയിന്റും ഓരോ കേസ് ലോനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ആ പെർട്ടിക്കുലർ കേസ് ലോയിൽ അതിന്റെ
ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടാവും എന്തുകൊണ്ട് അവരങ്ങനെ പറയണം എന്നുള്ളത്. നമുക്കിപ്പോൾ ഇതിലാകെ ജസ്റ്റ് 2 സെന്റൻസ് വായിക്കുമ്പോൾ അത് മൊത്തം ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിവേ നമുക്ക് അത്രയും ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് അറിയേണ്ട ആവശ്യമുള്ളൂ, കാരണം അത്രയും പഠിക്കാനുണ്ട്. സോ ഇത് മതി. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ കേസിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് അറിയാം. ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതിനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഡിസോബേ ചെയ്ത് കഴിഞ്ഞാലും ആ സിറ്റുവേഷനിലും കോർപ്പറേറ്റ് ബില്ല് ലിഫ്റ്റ് ചെയ്തിട്ട് ആരാണ് യഥാർത്ഥ തെറ്റ് ചെയ്ത വ്യക്തികൾ എന്നുള്ളത് കോടതി നോക്കാറുണ്ട്. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിലാണ് കോർപ്പറേറ്റ് ബില്ല് യൂഷ്വലി ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. കമ്പനീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ വേരിയസ് കാറ്റഗറീസ് ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. പല ടൈപ്പ് ഉണ്ട്. ലയബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, ആദ്യം ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റിയിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആണ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് വെച്ചാൽ ഓരോരുത്തരും എത്രയാണോ ഷെയർ എടുത്തിട്ടുള്ളത് ടു ദാറ്റ് എക്സ്റ്റെന്റ് അവർക്ക് ലയബിലിറ്റി വരുള്ളൂ. അവർ എത്ര ഷെയർ ആണോ ആ കമ്പനിയിൽ വാങ്ങിയിട്ടുള്ളത് ആ ഷെയറിന് ടു ദാറ്റ് എക്സ്റ്റെന്റ് എത്രയാണോ നമ്മൾ പൈസ കൊടുക്കാനുള്ളത് അത് മാത്രമേ നമുക്ക് ബാധ്യതയായിട്ട് ഉണ്ടാവുള്ളൂ. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലയബിലിറ്റി നമ്മൾ മെമ്മറാൻഡം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റിലാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മെമ്മറാൻഡം എന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്തത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട, പക്ഷെ ഗ്യാരണ്ടി കൊടുത്തു വെച്ചാൽ മതി. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് ഞാൻ ഇത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ ഗ്യാരണ്ടി നിൽക്കണം. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഒരു ടൈപ്പ് കമ്പനിയാണ് അൺലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനി എന്ന് വെച്ചാൽ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ബേസിസ് ഓഫ് ലയബിലിറ്റി എന്ന് പറയാം. ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. ഇനി ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് നമുക്ക് കമ്പനീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പബ്ലിക് കമ്പനീസ് എന്നും പ്രൈവറ്റ് കമ്പനീസ് എന്നും. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി അല്ലാത്തതിനെയാണ് നമ്മൾ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ കമ്പനി വിച്ച് ഇസ് എ സബ്സിഡറി ഓഫ് എ കമ്പനി നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി ഷാൽ ബി ഡീംഡ് ടു പബ്ലിക് കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട് ഈവൻ വെൻ സച്ച് എ സബ്സിഡറി കമ്പനി കണ്ടിന്യൂസ് ടു ബി എ പ്രൈവറ്റ് കമ്പനി ഇൻ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആണെന്ന് വിചാരിക്കുക. പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി എന്ന് വെച്ചാൽ ഒരു പബ്ലിക് കമ്പനിക്ക് മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിൽ 50% അല്ലെങ്കിൽ 51% റൈറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർസ് ഉണ്ടെങ്കിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ സബ്സിഡറി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയെയും നമ്മൾ പബ്ലിക് കമ്പനി ആയിട്ടേ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, അടുത്തത് പ്രൈവറ്റ് കമ്പനി എന്താന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി ജസ്റ്റ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി നിങ്ങൾ എഴുതാൻ അറിയണം. പിന്നെ പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ ഹാവിംഗ് മിനിമം ഷെയർ ഓഫ് ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ദ കമ്പനി വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. 3 പോയിന്റ് ആണ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അഗെയിൻ ഒരു ബേസിക് ഡോക്യുമെന്റ് ആണ് കമ്പനി ഫോർമേഷനിൽ. അപ്പോൾ ആർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. റൈറ്റ് ടു റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർസ്. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കുറെ തടസ്സങ്ങളുണ്ട്. രണ്ടാമത്തത് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് 1% കമ്പനി, 1% കമ്പനി ഒഴികെ ബാക്കിയുള്ള പ്രൈവറ്റ് കമ്പനിയിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം 200 ഉള്ളൂ. ലിമിറ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. മൂന്നാമത്തത് പ്രോഹിബിറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി. അതായത് നമുക്ക് പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇവിടെ ഷെയർ വാങ്ങിക്കൂ എന്ന് പറയാനോ നമുക്ക് സാധിക്കില്ല ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. ഓക്കെ, അല്ലാതെ വരുന്ന മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയും ഒരു ദോഷവശമുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവരുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല, അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. രണ്ടാമത്തത് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 താഴെ വരുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് പബ്ലിക്കിന്റെ പൈസ വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല, അത് പ്രോഹിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ജോയിന്റ് മെമ്പർ അല്ലെങ്കിൽ സിംഗിൾ മെമ്പർ ആയിട്ടാണ് നമ്മൾ പൊതുവെ കണക്കാക്കാറ്. പിന്നെ ആരെയൊക്കെയാണ് നമ്പർ ഓഫ് മെമ്പേഴ്സിൽ ഉൾപ്പെടുത്തേണ്ടാത്തത്? ഇപ്പൊ 200 എന്നുള്ളതിൽ ഇപ്പൊ 2 വ്യക്തികൾ ചേർന്നിട്ട് ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ ജോയിന്റ് ആയിട്ട് ഒരൊറ്റാൾ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. പിന്നെ ആരൊക്കെയാണ് ഈ 200 കൗണ്ട് ചെയ്യേണ്ടാത്തത്? ഒന്ന്, പേഴ്സൺസ് ഫോർ ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ദ കമ്പനി, കമ്പനിയിലെ എംപ്ലോയീസ് ആണെങ്കിൽ അവരെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട. 2, പേഴ്സൺസ് ഹു ഹാവിംഗ് ബീൻ ഫോർമലി ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ദ കമ്പനി വർ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി വൈൽ ഇൻ ദാറ്റ് എംപ്ലോയ്മെന്റ് ആൻഡ് ഹാവിംഗ് കണ്ടിന്യൂ ടു ബി മെമ്പേഴ്സ് ആഫ്റ്റർ ദ എംപ്ലോയ്മെന്റ് സീസൺ. അതായത് ഒരു എംപ്ലോയി ആയിരുന്നു, അയാൾ എംപ്ലോയി ആയിരുന്ന സമയത്ത് കമ്പനിയിൽ ഷെയർ ഹോൾഡർ ഒക്കെ ആയിരുന്നു, അയാൾ അതിനുശേഷം അവിടുന്ന് റിട്ടയർ
റിട്ടയർ ചെയ്തു, പക്ഷെ ഇപ്പോഴും കയ്യിൽ ഷെയർ ഉണ്ട് വിചാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരെയും കൗണ്ട് ചെയ്യേണ്ട, അവരെയും നമുക്ക് എംപ്ലോയി എന്നുള്ള രീതിയിൽ കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ വേണ്ട, ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം കൗണ്ട് ചെയ്തിട്ടാണ് 200 മെമ്പേഴ്സ് മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേകതകൾ. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ആണ്. കൺട്രോളിന്റെ ബേസിസിൽ നമുക്ക് കമ്പനീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹോൾഡിംഗ് കമ്പനി, ഒന്ന് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഒരു സബ്സിഡറിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വൺ ഓർ മോർ കമ്പനീസ് ഉണ്ടെങ്കിൽ അതിനെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. അതായത് ആദ്യം സബ്സിഡറി എന്താണെന്ന് പറഞ്ഞുതരാം, അപ്പോൾ മറ്റേത് ഹോൾഡിംഗ് ആണെന്നുള്ളത് അറിയുള്ളൂ. സബ്സിഡറി കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ ബോഡി കോർപ്പറേറ്റ് ആസ് എ കമ്പനി ഇൻ വിച്ച് ദ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വേണ്ടത്, അങ്ങനെ അതിന്റെ മിക്സ് എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്യുന്നത് മറ്റൊരു കമ്പനിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഏത് കമ്പനീനെയാണോ നമ്മൾ നിയന്ത്രിക്കുന്നത് അത് നമ്മുടെ സബ്സിഡറി ആണെന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ 1/2 കൂടുതൽ നമുക്ക് അവിടെ വോട്ടിംഗ് പവർ ഉണ്ടായാലും മതി. അതാണ് ഞാൻ ജസ്റ്റ് 50% ഓർ 51% ഓർ എബവ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ വോട്ടിംഗ് പവർ 1/2 കൂടുതൽ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള കമ്പനി എന്താണ്, നമ്മുടെ സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഒന്നോ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കണം, അതല്ലെങ്കിൽ അവിടുത്തെ വോട്ടിംഗ് പവറിന്റെ 1/2 നമ്മുടെ കയ്യിലായിരിക്കണം, മോർ ദാൻ 1/2 നമ്മുടെ കയ്യിലായിരിക്കണം. ഇങ്ങനെ രണ്ടും ആണെങ്കിൽ ആ കമ്പനി നമ്മുടെ സബ്സിഡറി കമ്പനിയാണെന്ന് പറയും. ഒരു സബ്സിഡറി കമ്പനിനെ ഇതുപോലെ നിയന്ത്രിക്കുന്ന ആ കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോൾഡിംഗ് കമ്പനിയാണ് സബ്സിഡറി കമ്പനിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഐദർ ത്രൂ ഡിറ്റർമിനേഷൻ ഓഫ് ദി കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബൈ എക്സസൈസിങ് മോർ ദാൻ 1/2 ഓഫ് വോട്ടിംഗ് പവർ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ എന്ന് പറയാൻ പറ്റുന്നത്. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അപ്പൊ ലിസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് കമ്പനീസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ലിസ്റ്റഡ് കമ്പനി, അൺലിസ്റ്റഡ് കമ്പനി. പബ്ലിക് കമ്പനീസിനാണ് ലിസ്റ്റിങ്ങിനായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ പബ്ലിക് കമ്പനീസിലാണ് രണ്ടെണ്ണം, ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയും അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നതും. ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ നോൺ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയും. അത്രയേ ഉള്ളൂ ഓൺ ദ ബേസിസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ. ഗവൺമെന്റ് കൺട്രോളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഗവൺമെന്റ് കമ്പനിയും നോൺ ഗവൺമെന്റ് കമ്പനിയും. അതായത് ഗവൺമെന്റിന് 51%-ലധികം ഷെയർ ഉള്ള കമ്പനി ആണെങ്കിൽ അതിനെ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നു. ഗവൺമെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടുഗദറും ആയിരിക്കാം. ആൻഡ് ഇൻക്ലൂഡ്സ് എ കമ്പനി വിച്ച് ഈസ് എ സബ്സിഡറി കമ്പനി ഓഫ് സച്ച് എ ഗവൺമെന്റ് കമ്പനി. അതുപോലെ തന്നെ ആ ഗവൺമെന്റ് കമ്പനിയുടെ ഒരു സബ്സിഡറിനെയും ഗവൺമെന്റ് കമ്പനി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ 51%-ലധികം ഷെയർ സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതെന്താണ്, ഗവൺമെന്റ് കമ്പനിയാണ്. നോൺ ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് കമ്പനി അല്ലാത്തത് നോൺ ഗവൺമെന്റ് കമ്പനി. അത്രയും പറഞ്ഞാൽ പോരെ, അതാണ് നോൺ ഗവൺമെന്റ് കമ്പനി. അടുത്തത് അതർ ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതിൽ വരുന്നത് അസോസിയേറ്റ് കമ്പനി, ബാങ്ക് കമ്പനി, ഫോറിൻ കമ്പനി, 1% കമ്പനി, സ്മോൾ കമ്പനി, സെക്ഷൻ 8 കമ്പനി, ഡോർമെന്റ് കമ്പനി, ഇനാക്റ്റീവ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. Associate company എന്ന് വെച്ചാൽ in relation to another company, a company in which that other company has a significant influence but which is not a subsidiary company of the company having significant influence. അതായത് significant influence ഉണ്ട്, വേറൊരു കമ്പനിക്ക് നമ്മുടെ കമ്പനിയുടെ മേലെ ഒരു significant influence ഉണ്ട്, അതേസമയം സബ്സിഡറി എന്ന് വിളിക്കാൻ മാത്രം അവർക്ക് നമ്മുടെ മേലെ ഇൻഫ്ലുവൻസും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി. ദ എക്സ്പ്ലനേഷൻ ടു ദിസ് സെക്ഷൻ ഡിഫൈൻസ് ദ ടേം സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ആസ് എ കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓർ ദ ബിസിനസ് ഡിസിഷൻസ് അണ്ടർ ആൻ എഗ്രിമെന്റ്. അതായത് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിലെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ 20%-ലധികം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ആ മറ്റേ കമ്പനീനെ നമ്മുടെ അസോസിയേറ്റ് ആണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഒരു പരസ്പരം അസോസിയേറ്റ് കമ്പനീസ് ആണ്. ഓക്കെ, കാരണം മറ്റേ കമ്പനിക്ക് നമ്മുടെ മേലെ എന്തുണ്ട്, കൺട്രോൾ ഉണ്ട്, 20%-ന് മേലെ ഷെയർ ക്യാപിറ്റൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ അവരും കൂടുന്നുണ്ട്. അങ്ങനെയുള്ള കേസാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നു. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അസോസിയേറ്റ് കമ്പനി. ഓക്കെ, ബാങ്കിങ് കമ്പനി എന്ന് വെച്ചാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം തുടങ്ങിയിട്ടുള്ളതാണ് ബാങ്കിങ് കമ്പനി. ഫോറിൻ കമ്പനി മീൻസ് എ കമ്പനി ഓഫ് ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് തുടങ്ങിയിട്ടുള്ള കമ്പനി ആയിരിക്കണം, പക്ഷേ ഇന്ത്യയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കും, ബട്ട് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ
which has a place of business in India, whether by itself or through an agent. Place of business ഉണ്ട്, പക്ഷെ അത് by itself ആയിരിക്കാം, അല്ലെങ്കിൽ by ഒരു ഏജന്റ് വഴി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, ഇലക്ട്രോണിക് മോഡ് വഴിയും ആയിരിക്കാം. അപ്പൊ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് വേണമെന്ന് നിർബന്ധമില്ല, ഒരു ഏജന്റ് വഴി ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴി ഉണ്ടെങ്കിൽ കൂടെ മതി. അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ കണ്ടക്ട് എനി ബിസിനസ് ഇൻ ഇന്ത്യ ഇൻ എനി അതർ ഫിസിക്കൽ മാനർ ആൻഡ് ആണ് സോറി കണ്ടീഷൻ. അപ്പൊ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൂടാതെ ഇന്ത്യയിൽ ഒരു ബിസിനസ് ആക്ടിവിറ്റി നടത്തും വേണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഫോറിൻ കമ്പനി എന്ന് വിളിക്കണം. 1% കമ്പനി ഉണ്ട്. 1% കമ്പനി എന്ന് വെച്ചാൽ ഒരേ ഒരാളെ വെച്ച് തുടങ്ങുന്ന കമ്പനിയാണ് 1% കമ്പനി. അതൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു പാർട്ട് തന്നെയാണ്, പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ടൈപ്പ് ആണ് 1% കമ്പനി എന്ന് പറയുന്നത്. 1% കമ്പനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ ഒന്നുകൂടെ നോക്കാം. പിന്നെ സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി അല്ലാത്തൊരു കമ്പനിയാണ് സ്മോൾ കമ്പനി. പിന്നെയും കുറച്ചും കൂടെ കണ്ടീഷൻസ് ഉണ്ട്. അതായത് paid up share capital of which does not exceed 50 lakh rupees or such higher amount as may be prescribed, which shall not be more than 10 crore. അതായത് ഒരു സ്മോൾ കമ്പനി എന്ന് പറയുന്നത് ഒരു പബ്ലിക് കമ്പനി ആയിരിക്കരുത്, അതായത് പ്രൈവറ്റ് കമ്പനി ആയിരിക്കണം. അതിന് പുറമെ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. അല്ലെങ്കിൽ അത് കൂടിക്കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയ്ക്ക് മേലെ പോയി കഴിഞ്ഞാലും 10 കോടിയിൽ കൂടുതൽ ആവാൻ പാടില്ല. അതായത് ഇതിലിപ്പോ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ആക്ടും ഉണ്ട്, റൂൾസും ഉണ്ട്. കമ്പനീസ് ആക്ടിൽ നമ്മൾ ഇൻകം ടാക്സിൽ പറയുന്ന പോലെ തന്നെ ബേസ് ആയിട്ട് നമുക്ക് ഒരു ആക്ട് ഉണ്ട്, അതിന് പുറമെ റൂൾസ് ഉണ്ട്. അപ്പൊ പല കാര്യങ്ങളും റൂൾസിലാണ് പറഞ്ഞിട്ടുണ്ടാവുക, അത് നമുക്ക് ഇടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടും അവർ മാറ്റിക്കൊണ്ടും ഒക്കെ ഇരിക്കും. അപ്പൊ ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നൊക്കെ റൂൾസിലാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എനിവേ റൂൾസിൽ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം, പക്ഷേ റൂൾസിൽ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 10 കോടിയാണ്. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരിക്കലും 5 ലക്ഷത്തിൽ കൂടുതൽ പോവരുത്. ഇൻ കേസ് ഇനി പോയാലും ആ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് 10 കോടിയിൽ കൂടുതൽ ആവാൻ പാടില്ല. അതായത് റൂൾസിൽ പറഞ്ഞിട്ടുള്ള സംഖ്യ 10 കോടിക്ക് മേലെ പോകാൻ പാടില്ല, 10 കോടിയിൽ താഴെ തന്നെ നിൽക്കണം. ടേൺ ഓവറും അതേപോലെ തന്നെ 2 കോടിയിൽ കൂടാൻ പാടില്ല. ഇനി കൂടിയാലും റൂൾസ് പ്രകാരം അവർ ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് 100 കോടിയിൽ താഴെ ആയിരിക്കണം. അപ്പൊ 100 കോടിക്ക് താഴെയുള്ള എമൗണ്ട് അവർ എത്രയാണോ ഫിക്സ് ചെയ്യുന്നത് അത്രയായിരിക്കാം ടേൺ ഓവർ. ഓക്കെ, അപ്പൊ ടേൺ ഓവർ 2 crore to 100 crore എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സെന്റൻസ് ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. ദ ഡെഫിനിഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു ഹോൾഡിംഗ് കമ്പനി ഓർ എ സബ്സിഡറി കമ്പനി. അതുപോലെ കമ്പനി രജിസ്റ്റർഡ് അണ്ടർ സെക്ഷൻ 8 ഓർ എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഗവൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്. ഇങ്ങനെയുള്ളവർക്കൊന്നും സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷൻ അപ്ലിക്കബിൾ അല്ല. അടുത്തത് സെക്ഷൻ 8 കമ്പനിയാണ്. സെക്ഷൻ 8 കമ്പനി എന്ന് വെച്ചാൽ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാതെ ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി തുടങ്ങുന്ന കമ്പനീസ് ആണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അവർ ഗവൺമെന്റിന്റെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും ചാരിറ്റബിൾ പർപ്പസ് ആണ് അവർ നടത്താറുള്ളൂ. അപ്പൊ അവരൊരു ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഒബ്ജക്ട്സ് ദ പ്രൊമോഷൻ ഓഫ് കൊമേഴ്സ്, ആർട്സ്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, religion, charity, protection of environment, or any other object. Intends to apply its profit, if any, or other income in promoting its objects, and intend to prohibit the payment of any dividend to its members. അതായത് അവരുടെ മെയിൻ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യുക. അവർ എന്തിനു വേണ്ടിയിട്ട് അവരുടെ പ്രോഫിറ്റ് ചെലവാക്കുള്ളൂ, അവരുടെ ഒബ്ജക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ അവർ പ്രോഫിറ്റ് അപ്ലൈ ചെയ്യുള്ളൂ. മെമ്പേഴ്സിന് ഒരിക്കലും പ്രോഫിറ്റ് വീതിച്ച് ഡിവിഡൻഡ് ആക്കി കൊടുക്കില്ല. പ്രോഹിബിറ്റ് ദ പേയ്മെന്റ് ഓഫ് എനി ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് മേ അലൗ ദാറ്റ് പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ടു ബി രജിസ്റ്റർഡ് ആസ് എ ലിമിറ്റഡ് കമ്പനി വിത്തൗട്ട് ദ അഡീഷൻ ഓഫ് ടു ഇറ്റ്സ് നെയിം ദ വേർഡ് ലിമിറ്റഡ് ഓർ ദ വേർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് എ കേസ് മേ ബി. അതായത് ഇങ്ങനെയുള്ള കമ്പനീസിന്റെ പേര് ലിമിറ്റഡ്നോ പ്രൈവറ്റ് ലിമിറ്റഡ്നോ ഇല്ലാതെ തന്നെ തുടങ്ങാൻ സെൻട്രൽ ഗവൺമെന്റിന് അനുവാദം കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ടൈപ്പ് കമ്പനിയാണ് ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് ഫോംഡ് ആൻഡ് രജിസ്റ്റർഡ് അണ്ടർ ദാറ്റ് ഫോർ എ ഫ്യൂച്ചർ പ്രോജക്ട് or to hold an asset or intellectual property and has no significant accounting transaction. Such a company or an inactive company may make an application to register for obtaining the status of a dormant company. ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അസറ്റ് വാങ്ങിക്കാനോ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് വിചാരിക്കുക. അല്ലാതെ അവർക്ക് യാതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ അവർ ഇന്നാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രാർഡ് അടുത്ത് അപ്ലൈ ചെയ്തിട്ട് ഡോർമെന്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് വാങ്ങിക്കാം. ഡോർമെന്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് വാങ്ങിക്കുന്നതുകൊണ്ട് അവർക്ക് പല ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് കമ്പനിക്ക് റെഗുലേഷൻസ് വളരെയധികം കൂടുതലാണ്. അതായത് പല കാര്യങ്ങളും അവർ ഫുൾഫിൽ ചെയ്തേ മതിയാവും. റിട്ടേൺ ഫയലിങ്ങും അതുപോലെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് കമ്പനിയെ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ കംപ്ലയൻസസിന്റെ ഇത്രയും കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡോർമെന്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ കുറെ കംപ്ലയൻസസ് ഒന്ന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പർപ്പസിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് ഡോർമെന്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. So a company that is formed and registered under that for the future project or to hold an asset or intellectual property and has no significant accounting transaction, such a company or an inactive company may make an application to register for obtaining the status of a dormant company.
ഓക്കെ, സെൻസ് നോക്കി വെക്കാം. അടുത്തത് ഇനാക്റ്റീവ് കമ്പനിയാണ്. ഇനാക്റ്റീവ് കമ്പനി മീൻസ് കമ്പനി വിച്ച് ഹാസ് നോട്ട് ബീൻ ക്യാരിയിങ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ, നോട്ട് ക്യാരിയിങ് ഓൺ എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ, or has not made any significant accounting transaction during the last 2 financial years, or has not filed the financial statements and annual return during the last 2 financial years. കഴിഞ്ഞ 2 വർഷമായിട്ട് യാതൊരു ബിസിനസ്സും ഇല്ലാതെ, ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യാതെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഒന്നും ഫയൽ ചെയ്യാത്ത ഒരു ടൈപ്പ് കമ്പനിയാണ് നമ്മൾ ഇനാക്റ്റീവ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിക്ക് എന്ത് ചെയ്യാം, ഡോർമെന്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു ടൈപ്പ് കമ്പനിയാണ് പ്രൊഡ്യൂസർ കമ്പനി. അപ്പൊ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഒബ്ജക്റ്റീവ്സ് വളരെ ഡിഫറെന്റ് ആണ്. അത് ഫാർമേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ദ മെമ്പർഷിപ്പ് ഓഫ് ദ പ്രൊഡ്യൂസർ കമ്പനീസ് ഇസ് ഓപ്പൺ ടു സച്ച് പീപ്പിൾ ഹു ദംസെൽസ് ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഫാർമേഴ്സ് അങ്ങനെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് തുടങ്ങാൻ പറ്റുന്ന കമ്പനിയാണ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അതിനായിട്ട് കുറെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. Investment company means a company whose principal business is the acquisition of shares, debentures or other securities. Investment company means അവരുടെ പ്രധാന റോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറയുന്നു. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, ഏതെങ്കിലും ആക്ട് പ്രകാരം തുടങ്ങുന്ന കമ്പനീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. LIC, UTI അങ്ങനെയുള്ളതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതാണ്, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. 1-person കമ്പനി. 1-person കമ്പനി അഥവാ OPC എന്ന് പറയുന്നത് ഒരേ ഒരാളെ മെമ്പർ ആക്കിയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് കമ്പനിയാണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ അതിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇത് 2013 ആക്ടിൽ കൊണ്ടുവന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതിന് അത്ര ഇമ്പോർട്ടൻസും ഉണ്ട്. ഒരു നാച്ചുറൽ പേഴ്സണ് മാത്രമേ ഒരു OPC തുടങ്ങാൻ പറ്റുള്ളൂ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമായിട്ട് മെമ്പർ ആവാൻ പറ്റുള്ളൂ. കാരണം ഒരേ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അയാൾ എന്തായാലും ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കാം. ദാറ്റ് ഓൺലി നാച്ചുറൽ പേഴ്സൺ ഹു ഇസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ ഇന്ത്യൻ റെസിഡന്റും ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു കമ്പനി തുടങ്ങാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ 1-person കമ്പനിയിലെ മെമ്പറിന്റെ നോമിനി ആയിട്ട് ഇരിക്കാനും പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഷാൽ ബി എലിജിബിൾ ഓൺലി നാച്ചുറൽ പേഴ്സൺ ഹു ഇസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഷാൽ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് 1-person കമ്പനി ആൻഡ് ഷാൽ ബി എ നോമിനി ഫോർ ദി സോൾ മെമ്പർ ഓഫ് OPC. അപ്പോൾ നമുക്കൊരു OPCയിലെ ഒരു മെമ്പറുടെ നോമിനി ആവണമെങ്കിൽ പോലും നമ്മൾ എന്തൊക്കെയായിരിക്കണം, ഇന്ത്യൻ സിറ്റിസണും ആയിരിക്കണം, ഇന്ത്യൻ റെസിഡന്റും ആയിരിക്കണം. അപ്പൊ റെസിഡന്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 182 ഡേയ്സിൽ മേലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാളെയാണ് നമ്മൾ റെസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കണ്ടീഷൻസ് 1-person കമ്പനി തുടങ്ങാനുള്ള ഒരുപാട് കണ്ടീഷൻസ് ആണ്. നോ നാച്ചുറൽ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് മോർ ദാൻ 1 OPC ഓർ ബിക്കം നോമിനി മോർ ദാൻ 1 OPC. അതാണ് പ്രത്യേകത. അതായത് ഒരാൾക്ക് ഒരൊറ്റ 1-person കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് കമ്പനി തുടങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഇഷ്ടംപോലെ കമ്പനി തുടങ്ങി വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ കമ്പനി എന്നുള്ളതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അതേസമയം അധികം ആൾക്കാരെ കൂട്ടാതെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1-person കമ്പനി തുടങ്ങിയത്. അപ്പൊ 1-person കമ്പനി തുടങ്ങാൻ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഒരേ ഒരു 1-person കമ്പനി അറ്റ് എ ടൈം തുടങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ ഒരേ ഒരു 1-person കമ്പനിയിലെ ഒരാൾക്ക് നോമിനേറ്റ് ഇരിക്കാനും പറ്റുള്ളൂ. വേർ എ നാച്ചുറൽ person become a member of OPC in accordance with this rule becomes a member in another such company by virtue of his being a nominee in that OPC. Such a person shall meet the eligibility criteria within a period of 182 days. അതായത് ഒരാൾ ഒരു OPC തുടങ്ങി, പിന്നെ വേറൊരു OPCയിൽ അയാൾക്ക് നോമിനി ആയിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വേറൊരു OPCയിൽ അയാൾ നോമിനി ആയിട്ട് ഇരുന്നു. അപ്പോൾ ഒരു കമ്പനിയിൽ നോമിനേറ്റ് ഇരിക്കുന്ന ആ കമ്പനിയത്തെ സോൾ മെമ്പർ മരിച്ചു വിചാരിക്കുക. അപ്പോൾ ആക്ച്വലി നോമിനി ആണല്ലോ പിന്നെ ഇത് മെമ്പർ ആവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ട് കമ്പനിയിലും ഇയാൾ അറ്റ് എ ടൈം മെമ്പറായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 182 ഡേയ്സ് അയാൾ അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്തിരിക്കണം. അപ്പൊ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുള്ള കാര്യം അയാൾ ചെയ്തിരിക്കണം. പിന്നെ ഒരു മൈനർക്ക് ഒരു OPCയിലെ മെമ്പർ ആവാനോ അല്ലെങ്കിൽ നോമിനി ആവാനോ സാധിക്കും എന്നുള്ളതാണ്. നോ മൈനർ ഷാൽ ബിക്കം മെമ്പർ ഓർ നോമിനി ഓഫ് OPC ഓർ ക്യാൻ ഹോൾഡ് ഷെയർ വിത്ത് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ്. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നോ സച്ച് കമ്പനി കനോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് ഓർ കൺവേർട്ടഡ് ഇൻടു സെക്ഷൻ 8 കമ്പനി. ഒരിക്കലും ഈ OPCനെ സെക്ഷൻ 8 കമ്പനി ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. സച്ച് കമ്പനി കനോട്ട് ക്യാരി ഔട്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം, നോ സച്ച് കമ്പനി ക്യാൻ കൺവേർട്ട് വോളണ്ടറി ഇൻ ടു എനി കൈൻഡ് ഓഫ് കമ്പനി അൺലെസ് 2 years ഹാവ് എക്സ്പയർഡ്. അതായത്
അതായത് ഇപ്പൊ 1% കമ്പനീനെ നമുക്ക് ഏതെങ്കിലും ടൈപ്പ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് 1% കമ്പനി പകരം മാറ്റിയിട്ട് യൂഷ്വൽ പ്രൈവറ്റ് കമ്പനി ആക്കണം വിചാരിക്കുക. അങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ പോലും മിനിമം 2 ഇയേഴ്സ് എങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം. ആ കമ്പനി തുടങ്ങിയിട്ട് മിനിമം 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 ലക്ഷത്തിന് മേലെ പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ ആവറേജ് ആനുവൽ ടേൺ ഓവർ 2 കോടിക്ക് മേലെ പോയിട്ടുണ്ടാവണം. അല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് 2 കൊല്ലം ആവാതെ ഈ കമ്പനിനെ കൺവേർട്ട് ചെയ്ത് വേറെ ടൈപ്പ് കമ്പനി ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻ കേസ് ഇപ്പൊ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിന് മേലെ പോയി, അല്ലെങ്കിൽ ആനുവൽ ടേൺ ഓവർ 2 കോടി എക്സീഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറും, യൂഷ്വൽ പ്രൈവറ്റ് കമ്പനി ആയിട്ട് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വോളണ്ടറിലി അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 2 കൊല്ലെങ്കിലും മാറ്റണം. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് തുടങ്ങാലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ കൺസെപ്റ്റ് ഓഫ് 1% കമ്പനി ക്വൈറ്റ് റെവല്യൂഷണറി എന്നാണ് പറയുന്നത്. ഇറ്റ് ഗിവ്സ് ഇൻഡിവിജ്വൽ ഓണർസ് ഓൾ ബെനിഫിറ്റ്സ് ഓഫ് എ കമ്പനി, അല്ലെ, എല്ലാ ടൈപ്പ് ബെനിഫിറ്റ്സും അവർക്ക് കിട്ടും. അതേസമയം അവർ ഒറ്റയ്ക്ക് നോക്കിയാലും മതി. പിന്നെ കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഓപ്ഷൻ കൊണ്ടുവന്നത് വളരെയധികം ബെനിഫിറ്റ് ആണ്. ബട്ട് നൗ ദ കൺസെപ്റ്റ് ഓഫ് 1% കമ്പനി വുഡ് പ്രൊവൈഡ് ട്രമെൻഡസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്മോൾ ബിസിനസ്മെൻ ആൻഡ് ട്രേഡേഴ്സ്, ഇൻക്ലൂഡിംഗ് ദോസ് വർക്കിംഗ് ഇൻ ഏരിയാസ് ലൈക്ക് ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, പോട്ടറി, അങ്ങനെയുള്ളതിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. കാരണം കമ്പനിയായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതിന്റെ മേലെ ഒരു വിശ്വസ്തത കൂടും. അതുകൊണ്ട് പിന്നെ കംപ്ലൈൻസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് 1% കമ്പനി കംപ്ലൈൻസ് വളരെ കുറവാണ് ബാക്കിയുള്ള ടൈപ്പ് കമ്പനീസിനെ നോക്കുമ്പോൾ. അതും ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നോമിനിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നോമിനി ആവാൻ ആഗ്രഹിക്കുന്ന ആൾ അത് ഫോം INC 32 എന്നുള്ള ഫോമിൽ അത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ദ പ്രയർ റിട്ടേൺ കൺസെന്റ് ഓഫ് ദ അതർ പേഴ്സൺ ഷാൽ ബി ഒബ്റ്റെയിൻ ഇൻ ഫോം INC 3. അപ്പൊ അയാൾ നോമിനി ആയിട്ട് ഇരിക്കാൻ തയ്യാറാണെന്നുള്ളതിന്റെ കൺസെന്റ് ഫോം INC 3 വാങ്ങിക്കുകയും വേണം. ഓക്കെ, ദ അതർ പേഴ്സൺ ഇൻ ദ ഇവന്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഡെത്ത് ഓർ ഹിസ് ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്ട്, അതായത് ആ മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ നോമിനിക്കാണ് പിന്നെ ആ കമ്പനി മെമ്പർ ആവാൻ സാധിക്കുക, അല്ലെ. അപ്പൊ അതിനൊക്കെയുള്ള കൺസെന്റ് ആണ് നമ്മൾ ആദ്യം തന്നെ കൊടുത്തു വെക്കുന്നത്. The other person may withdraw his consent by giving notice. ഇനിയിപ്പോ ഈ നോമിനിക്ക് ഏതെങ്കിലും സമയത്ത് അത് വിഡ്രോ ചെയ്യണം, അയാൾക്ക് നോമിനേറ്റ് ഇരിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ നോമിനേറ്റ് വേണ്ട എന്നുള്ളത് കൺസെന്റ് വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതും ഫോം INC 3 അങ്ങനെ അയാൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ദ കമ്പനി ഷാൽ വിത്തിൻ 30 days ഓഫ് റിസീപ്റ്റ് ഓഫ് നോട്ടീസ് രജിസ്ട്രാറുടെ അടുത്ത് ഒരു ഫോം ഫയൽ ചെയ്യാനുണ്ട്. അതായത് ഇങ്ങനെ ഇയാൾ നോമിനേറ്റ് ഉണ്ടായിരുന്ന ആൾ ഇനി തയ്യാറല്ല എന്നുള്ള കാര്യം, അത് ഫോം INC 4 INC 3 ഈ നോമിനി ഫയൽ ചെയ്യും, എനിക്ക് ഇനി എനിക്ക് ഇനി നോമിനി ആവണ്ട എന്നുള്ളത്. അത് ഇന്റേൺ നമ്മുടെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്നെ അറിയിക്കാനുണ്ട്, അത് കമ്പനിയാണ് അറിയിക്കുക. അപ്പൊ കമ്പനി അത് INC 4 എന്ന് പറയുന്ന ഫോമിലാണ് അറിയിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് വേണമെങ്കിൽ സബ്സ്ക്രൈബർക്ക് ആളുടെ പേര് മാറ്റാം, അതായത് നോമിനി എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രയർ കൺസെന്റ് വാങ്ങിച്ചിട്ട് ആ ചേഞ്ചും നമുക്ക് വരുത്താം. ചേഞ്ച് വരുത്താണെങ്കിൽ അതും INC 4 ഓക്കെ, അതും 30 days രജിസ്ട്രാറെ അറിയിക്കണം. പിന്നെ where the shareholder of OPC ceases to be the member in the event of death of incapacity to contract, his nominee becomes a member of such OPC. Such new member shall nominate within 15 days of becoming member the person who shall in the event of his death. അതായത് ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഷെയർ ഹോൾഡർ മരിച്ചു, അപ്പൊ നോമിനി ഒറിജിനൽ ഷെയർ ഹോൾഡറുടെ പൊസിഷനിലേക്ക് വന്നു, അല്ലെ. ഇനിയിപ്പോ നോമിനിയാണ് അവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോമിനി മെമ്പറായി വന്നു കഴിഞ്ഞാൽ വിത്തിൻ 15 days അയാൾ പുതിയൊരാളെ മെമ്പറായിട്ട് മെമ്പർ അല്ല നോമിനി ആയിട്ട് റെക്കമെൻഡ് ചെയ്യണം. Okay, the company shall file with the register an intimation of such a succession and nomination form INC 4. അപ്പൊ കമ്പനി അങ്ങനെ ഒരാളെ നോമിനി കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ രജിസ്ട്രാറെ അറിയിക്കുക, അത് ഫോം INC 4 അഗൈൻ അറിയിക്കേണ്ടത്. പിന്നെ പെനൽറ്റി സെക്ഷൻസ് എല്ലാവരുടെയും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അത് വായിക്കില്ല, അത് ഒറ്റയ്ക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതായത് പെനൽറ്റി ഇൻ ദ സെൻസ് 3 രൂപ ഫൈൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് പണിഷ്മെന്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് 1% കമ്പനിനെ കുറിച്ച് പറയാനുള്ളത്. 1% കമ്പനിയിൽ ഇനി പറയാനുള്ള കാര്യം ഷെയർ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. 1% കമ്പനിയിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് സൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്, അത് കോമൺ സീൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാവണം. അതുപോലെ സൈൻ ചെയ്തിട്ടുള്ളത് സൈൻ ബൈ 1 ഡയറക്ടർ ഓർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ ദ പർപ്പസ് ആൻഡ് ദ കമ്പനി സെക്രട്ടറി. ഡയറക്ടർ കമ്പനി സെക്രട്ടറി ആണ് സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കോമൺ സീൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആരാണോ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ഷാൽ ബി സൈൻ ബൈ ദ പേഴ്സൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഹൂം ദ സീൽ ഇസ് റിക്വയർഡ് ടു ബി അഫിക്സ്. ആരുടെ പ്രസൻസിലാണോ കോമൺ സീൽ വെക്കേണ്ടത് അവർ സൈൻ ചെയ്താലും മതി. പിന്നെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് നമുക്ക് കമ്പനീസ് ആക്ടിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്, പക്ഷെ ഒരു 1% കമ്പനിക്ക് പല പ്രൊവിഷൻസും അപ്ലിക്കബിൾ അല്ല. അപ്പൊ അവർക്ക് അപ്ലിക്കബിൾ അല്ലാത്ത പ്രൊവിഷൻസിന്റെ ലിസ്റ്റ് ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, അപ്പൊ മനസ്സിലാവും. പിന്നെ അടുത്തത്
റെസൊല്യൂഷൻ അതായത് ഇപ്പോൾ റെസൊല്യൂഷന്റെ കേസ്, അതായത് ഒരു കമ്പനിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, മീറ്റിംഗിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മെജോറിറ്റി ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നൊക്കെ പറയും. അപ്പൊ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അത് നേരവണ്ണം തന്നെ നടത്തണം. അതിനും കുറെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു 1% കമ്പനിയിൽ ഒരേ ഒരാൾ ഒറ്റയ്ക്ക് വെച്ച് എന്ത് മീറ്റിംഗ് നടത്താനാണ്? അതുകൊണ്ടാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരും കമ്പനിയും തമ്മിൽ എന്തെങ്കിലും മീറ്റിംഗ് നടത്തിയതായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ടാവും. ആ മിനിറ്റ്സ് ബുക്കിൽ ഇങ്ങനെ നടത്തി എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് ഡേറ്റ് ചെയ്ത് സൈൻ ചെയ്താൽ മാത്രം മതി. ഇവൻ ഡയറക്ടേഴ്സ് മീറ്റിംഗ് ആണെങ്കിലും ഒരൊറ്റ ആളാണ് ഡയറക്ടർ. അതുകൊണ്ട് അയാൾ തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ മിനിറ്റ്സ് ബുക്കിൽ എഴുതി സൈൻ ചെയ്താൽ മതി. അതിനെ മീറ്റിംഗ് നടത്തിയതായിട്ട് കണക്കാക്കപ്പെടും. പിന്നെ ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറി ആണ്. ഈ കമ്പനി സെക്രട്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടർ സൈൻ ചെയ്താൽ മതി. പോസ്റ്റൽ ബാലറ്റ് വഴി മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും OPCക്ക് അപ്ലിക്കബിൾ അല്ല. OPC ഇസ് നോട്ട് റിക്വയർഡ് ടു ട്രാൻസാക്ട് എനി ബിസിനസ് ടു പോസ്റ്റൽ ബാലറ്റ്. നമ്മൾ ഇത്രയും നേരം കമ്പനിയുടെ ബേസിക് ആയി കമ്പനീസ് ആക്ട് എന്താണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. താങ്ക് യു.